ഹായ് ഫ്രണ്ട്സ്, ഇനി അമ്മ ബറാത്തായോണ്ടില്ലേ ഒരു പായസം വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 3 പാൽ എടുത്തിട്ടുണ്ട്. അല്ല, 2 പാലും 3 പാലും മിക്സ് ആക്കിയത്. പിന്നെ ഇത് 1 പാല്. പിന്നെ കുറച്ച് ചെറിയ അരി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പഴം മുറിച്ചിട്ടത്. പിന്നെ കടലപ്പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കായ്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇത്രയും സാധനം വേണം. പരിപ്പ് ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. കറിയും വെച്ചിട്ടുണ്ട്. നീപ്പത്തിൽ ഉടനെ ഹായ് ഗേസ്, അങ്ങനെ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഗീ ഇതിലേക്ക് ഒഴിക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പിട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ കുറച്ച് ചോന്നതാണ് ഇഷ്ടം, കുറച്ച് ആയതാണ് ഇഷ്ടം. നമുക്ക് കോരി മാറ്റാൻ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് മുന്തിരി ഇടാം. പൊന്തിയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. നമുക്കിതിൽ 2 പാലും 3 പാലും മിക്സാക്കി വെച്ചത് നമ്മൾ അരി അരച്ച് വെച്ചിന്, ചെറിയ അരി നെയ്ച്ചോറെല്ലാക്കുന്നത്, അത് 3 കപ്പാണ് എടുത്തത്. 6 തേങ്ങൻ്റെ പാലും. ഇനി ഇതിൽ മിക്സാക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിൽ നമുക്കില്ലേ 7 കപ്പ് പഞ്ചസാര ഇടണം. അവരവരെ മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഒരു 3 ടീസ്പൂൺ ഉപ്പ് ഇടാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഉപ്പ് ഇതിലിപ്പോൾ പഞ്ചസാര, ഉപ്പ്, തേങ്ങാപ്പാൽ, അരി ഇതെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിക്കൊണ്ടേയിരിക്കുക. പഞ്ചസാര തികഞ്ഞിട്ടാട്ടോ 1 കപ്പും കൂടി ഇട്ട് 8 കപ്പ് ഇട്ട്. ഇതിപ്പോൾ കുറുകി വരുന്നുണ്ട്. ഇനി നമുക്കില്ലേ ഇതിൽ കടലപ്പരിപ്പിടാം, പഴം ഇടാം. ലാസ്റ്റ് 2 പാൽ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ കടലപ്പരിപ്പ് പഴം ഇടുന്നുണ്ട്. ഇതിലിപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കില്ലേ ലാസ്റ്റ് 1 പാൽ ഒഴിക്കാം. ഏലക്കപ്പൊടി ഇടാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇടാം. നമുക്കിതിൽ 1 പാൽ ഒഴിക്കാം. ഇനി ഇതിൽ കുറച്ച് ഏലക്കപ്പൊടി ഇടാം. ഏലക്കപ്പൊടി ചെറുതായിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഓഫാക്കി വെക്കാം. ലാസ്റ്റ് ഇതിടാം അണ്ടിപ്പരിപ്പ്, മുന്തിരി. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇന്ന് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലായിടത്തും കൊടുക്കാനുണ്ട്. വീടിനടുത്തില്ല വെക്കല.